SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കടപ്ര ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിൽ വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മെമ്പേഴ്സ് അവാർഡ് നൽകി. പരിമല ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങ് തിരുവല്ല MLA അഡ്വക്കേറ്റ് വർഗീസ് മാമൻ ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കടപ്ര ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിൽ വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മെമ്പേഴ്സ് അവാർഡ് നൽകി. പരിമല ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങ് തിരുവല്ല MLA അഡ്വക്കേറ്റ് വർഗീസ് മാമൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റ് ഒന്നാമത്തെ ഇടക്കാല ബഡ്ജറ്റ് അവതരിച്ചപ്പോഴും ഈ നാട്ടിലെ പൊതുവിദ്യാഭ്യാസ രംഗവും ഉന്നത വിദ്യാഭ്യാസ രംഗവും ഉടച്ചു വാർത്തുകൊണ്ട് തൊഴിലിന് ആനുപാതികമായുള്ള കോഴ്സുകൾ ഈ സംസ്ഥാനത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. നമ്മുടെ കുട്ടികളൊക്കെ ഇന്ന് +2 കഴിഞ്ഞ മറ്റൊരു ലെവൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി കാനഡയിലേക്കും UK ഒക്കെ മൈഗ്രേറ്റ് ചെയ്യുകയാണ്. സാധാരണക്കാരുടെ മക്കൾ പോലും അപ്പന്മാരുടെ വസ്തു പണയപ്പെടുത്തി പോകുന്ന കാഴ്ച എന്റെ അതിൽ 10-100 അധികമുണ്ട്. കാരണം ഞാൻ അഭിഭാഷകനെ ഒരു സ്റ്റേറ്റ് നോട്ടറിയുമാണ്. എത്രയോ പേരാണ് അവരുടെ ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട് ബാങ്കിൽ ഇത് ലോൺ വെച്ച് പോകുന്നത്. അതിന്റെ കാലം കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 10-15 വർഷക്കാലമായി വലിയ കുടിയേറ്റത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു. കടപ്ര ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിവിധ പരീക്ഷകളിൽ റാങ്കുകൾ കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് രേഷ്മ റേച്ചൽ മാത്യു, ജോസ്ന സാറ ജോസഫ്, ഡോക്ടർ ഏഞ്ചൽ മേരി തോമസ് എന്നിവരെ MLA ആദരിച്ചു. SSLC +2 പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് റാങ്ക് ജേതാക്കളായ വിദ്യാർത്ഥിനികൾ ചേർന്ന് അവാർഡുകൾ നൽകി. കടപ്ര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും 11ാം വാർഡ് മെമ്പറുമായ ശിവദാസ് പണിക്കരുടെ നേതൃത്വത്തിലാണ് മെമ്പേഴ്സ് മെറിറ്റ് അവാർഡ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ കടപ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിബിൻ പുളിമ്പള്ളി അധ്യക്ഷനായി. കടപ്ര പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ റോബിൻ പനിമല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിഷ അശോകൻ, മാന്നാർ മീഡിയ സെന്റർ പ്രസിഡന്റ് ഡൊമിനിക് ജോസഫ്, മാന്നാർ ടൗൺ ക്ലബ്ബ് പ്രസിഡന്റ് അൻഷാദ് PJ, ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി ലയൺ ലിജോയ് അലക്സ് എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, മാന്നാർ.